ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഫ്രെഡി അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനും അപ്പച്ചനും അമ്മയും കൂടി വന്നിരിക്കുകയാണ് എറണാകുളത്തേക്ക്. അച്ഛൻ അവിടെ എറണാകുളത്ത് ഇറ്റാലിയൻ പഠിച്ചുകൊണ്ടിരിക്കുക. 3-4 മാസത്തെ കോഴ്സുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ പതുക്കെ പുറത്തേക്ക് പോകാനുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു കാക്കനാടുള്ള വാട്ടർ മെട്രോയിൽ പോകാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാക്കനാട് വാട്ടർ മെട്രോയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അകത്തോട്ട് കയറി കഴിഞ്ഞ് ടൈമും കാര്യങ്ങളൊക്കെ നോക്കി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അരമണിക്കൂർ പോസ്റ്റാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബോട്ട് വരുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് സമയം കളയണ്ടേ, എന്തായാലും വന്ന നിലയ്ക്ക് എല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നത് നമ്മുടെ ബോട്ട് പോകുന്ന റൂട്ട് മാപ്പാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ചെങ്കിലും അധികം വൈകാണ്ട് തന്നെ ബോട്ട് എത്തിയെന്ന് വിചാരിച്ചിട്ട് ഓടിക്കയറി അകത്തോട്ട് കയറാനൊന്നും പറ്റില്ല. അവിടെ ഗാർഡ്സ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റി വിടും. അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്ന് സമാധാനത്തോടെ ഉള്ളിലോട്ട് കയറി ഇതാ നമ്മുടെ ബോട്ടൊക്കെ കണ്ടു. ബോട്ടിലേക്ക് കയറാൻ പോകാൻ കേട്ടോ. ബോട്ട് കാണാൻ വളരെ നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ആഡംബരങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ അകത്തോട്ട് കയറി. ഗ്ലാസ്സൊക്കെ ഇട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഉള്ളിൽ ഫുള്ള് AC ആണ്. അപ്പോൾ അടിപൊളി സെറ്റപ്പാണ്. കാണുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് നമ്മുടെ മെട്രോയുടെ അതേ ഫീല്, അതേ ഒരു സെറ്റപ്പ് തന്നെയാണ് കാണാൻ. പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ കുറവാണ്, സീറ്റൊക്കെ കുറേ കാലിയാണ്. എന്താണെങ്കിലും ഇരുന്ന് തുടക്കത്തിലൊക്കെ നല്ല രസമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന ആൾക്കാർ പതുക്കെ സൈഡായി തുടങ്ങി. തുടക്കത്തിലെ ആവേശം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇല്ലാണ്ടായി തുടങ്ങി. അധികം ബോറടിപ്പിക്കാണ്ട് സ്റ്റോപ്പ് എത്തി. പിന്നെ അവിടെ സമയം കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഷെയ്ക്ക് കടയിൽ കയറി. സംഭവം വലിയ ഷോയൊക്കെ കാണിച്ചിട്ടാണ് വീഡിയോ ഇടുന്നുണ്ടെങ്കിലും അട്ടർ ഫ്ലോപ്പായിരുന്നു ഷെയ്ക്ക്. തിരിച്ചു പോകുന്ന കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല, പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ഫുഡിനുള്ള പരിപാടി. അപ്പോൾ അതാ കാണുന്ന ആളാരെന്ന് മനസ്സിലായോ? ആൻറ്റിയാണ്. ജാൻറ്റാൻറ്റീനെ എറണാകുളത്ത് നിന്ന് ഞങ്ങൾ പതുക്കെ പൊക്കി. ബർത്ത്ഡേ ഒക്കെ അല്ലേ, പിന്നെ ആൻറ്റി അവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് സമയം പോണ്ടേ. എറണാകുളത്തൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ആരെയും വിളിക്കാനൊന്നുമില്ല. ആൻറ്റി അവിടെ പിന്നെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കും. അങ്ങനെ ഞങ്ങൾ ആൻറ്റീനെയും വിളിച്ച് അങ്ങനെ ഹോട്ടൽ എമറാത്തിലാണ് വന്നിരിക്കുന്നത്. എറണാകുളത്ത് റെസ്റ്റോറൻറ്റിന് ഒരു പഞ്ഞില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഉള്ളതിലൊരു വിധം കുഴപ്പമില്ലാത്ത നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി ഞങ്ങൾ കയറിയതാണ്. എന്തായാലും ഫുഡ് കഴിച്ചിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന ചിക്കൻ ടിക്ക ഇത് മാത്രം വളരെ മോശമായിരുന്നു, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ചിക്കൻ ടിക്കയിൽ ഉപ്പും പുളിയോ മധുരം ഒന്നും തോന്നിയില്ല, അങ്ങനത്തെ ഒരു ഫീലില്ലാത്തൊരു ഐറ്റം. എന്തായാലും ഞങ്ങൾ ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ആഘോഷിച്ച് തീർത്തു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.